ജനനായകന്റെ റിലീസ് എന്നാകുമെന്ന് നമ്മൾ അറിയാണ്ട് തന്നെ ഇരിക്കുകയാണ്. റിലീസ് ഡേറ്റിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇത്. ജനനായകന്റെ സെൻസർ ഇഷ്യൂ ആയുള്ള കേസ് 20-ാം തീയതിയാണ് ഇനി ഹിയറിംഗ് ഉള്ളത്. അന്ന് തന്നെ വിധി വരുമോ എന്നറിയില്ല. അന്ന് വിധി വരികയാണെങ്കിൽ രണ്ട് കാര്യങ്ങൾ ചെയ്യാനാണ് സാധ്യതയുള്ളത്. ഒന്ന്, സെൻസർ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറയുന്നു. രണ്ട്, സെൻസർ ബോർഡിന് തന്നെ റീവിസിറ്റിംഗ് കമ്മിറ്റിക്ക് അയക്കാൻ പറയും. സെക്കൻഡ് ആണ് കോടതി പറയുന്നതെങ്കിൽ റിലീസ് അടുത്തൊന്നും പ്രതീക്ഷിക്കേണ്ട. റീവിസിറ്റിംഗ് കമ്മിറ്റിക്ക് പോയി കഴിഞ്ഞാൽ അവരുടെ നിയമപ്രകാരം 60 ദിവസത്തോളം ഈ പടത്തെ നിരീക്ഷിക്കാനുള്ള ടൈമുണ്ട്. അതാണ് റൂള്. 60 ദിവസം പറയുമ്പോൾ ഏകദേശം 2 മാസം കഴിയും. പിന്നെ വരുന്ന പ്രശ്നമാണ് എലക്ഷൻ. എലക്ഷന്റെ റൂള് പ്രകാരം എലക്ഷൻ സ്ഥാനാർത്ഥിയെ നിൽക്കുന്ന ഒരാളുടെ സിനിമ പോലുള്ള കാര്യങ്ങൾ എലക്ഷൻ ഡേറ്റ് അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ റിലീസ് ചെയ്യാൻ പാടില്ല എന്ന റൂളുണ്ട്. അങ്ങനെ എലക്ഷൻ ഡേറ്റ് അനൗൺസ് ചെയ്താൽ ഈ പടം റിലീസ് ചെയ്ത് നടക്കത്തില്ല. ഇതാണ് അവരുടെ വ്യക്തമായ പ്ലാൻ. ഈ പടം ഇലക്ഷന് മുന്നേ വരാൻ പാടില്ല. അത് എത്ര നീട്ടാൻ പറ്റുമോ അത്രയും നീട്ടിക്കും. ഈ പറഞ്ഞ പോലെ ആണെങ്കിൽ ജൂണൊക്കെ ഈ പടം പ്രതീക്ഷിച്ചാൽ മതി. 20-ാം തീയതി നമുക്ക് അനുകൂലമായി വന്നാൽ മാത്രമാണ് നേരത്തെ റിലീസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതാണ് ജനനായകന്റെ റിലീസായിട്ടുള്ള ഇഷ്യൂ. എന്ത് നടക്കുമെന്ന് നമുക്ക് കണ്ടറിയാം. 20-ാം തീയതി എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. എന്നാലും ഒരുപാട് പ്രതീക്ഷിക്കേണ്ടതേ പറയാനുള്ളൂ. ഈ പടം ഇലക്ഷൻ കഴിഞ്ഞ് വരൂ എന്നുള്ളതാണ് ഫിക്സ് ആക്കുന്നതൊക്കെ ഏറ്റവും നല്ലത്. പിന്നെ വേറെ അപ്ഡേറ്റ് ഒന്നുമില്ല. ആകെ ജനനായകന്റെ അൺറിലീസ്ഡ് ഇംഗ്ലീഷ് സോങ് ഒരു പരിപാടിയിൽ പുറത്തു വിട്ടായിരുന്നു. കിടിലൻ സോങ് ആണ്. ഒഫീഷ്യലി റിലീസ് ചെയ്തില്ലെങ്കിലും ആ സോങ് ഒരു ഏകദേശം വിട്ടായിരുന്നു. ഒരു ദുബായിലെ ഏതോ പ്രോഗ്രാമിൽ കേട്ടവരായിരുന്നെന്ന് പറയുക. അതുപോലെ റിലീസ് ഡേറ്റിനെ കുറിച്ചുള്ള ഇഷ്യൂസ് എന്ന് പറയുക. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം.